കഴിഞ്ഞ ആഴ്ച മഴ കാരണം ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലോങ് ഹോളിഡേക്ക് ശേഷം ഇന്ന് തൊട്ട് പാത്തുട്ടി സ്കൂളിൽ പോയി തുടങ്ങാണ്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. 2 ദിവസം മുടക്കമൊക്കെ കിട്ടിയിട്ട് പിന്നെ സ്കൂളിൽ പോകാൻ തന്നെ ഭയങ്കര മടിയാണ്. ഇന്നിപ്പോ എന്താവോ സ്ഥിതി. പാത്തുട്ടി ഏട്ടന് നല്ല ഉറക്കത്തിലാണ്. അവർ രണ്ടാളെയും വിളിച്ച് എണീപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ അവളുടെ ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കണം. ഞാൻ 2 ബോക്സാണ് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നത്. ഒന്നിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടായിരിക്കും, വേറെ ഒന്നിൽ ലഞ്ച് ഉണ്ടായിരിക്കും കേട്ടോ. ലഞ്ചിന് ഇങ്ങനെ സാധാരണ ചോറും കറിയും ഒന്നും കൊടുത്തയക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ പാത്തുട്ടി അത്രയും ആയിട്ടില്ലല്ലോ ചോറും കറികളും അങ്ങനെയൊക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള പുലാവ് പോലത്തെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പോലത്തെയോ അങ്ങനെയൊക്കെ കൊടുത്തയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിലായിരിക്കുമ്പോൾ പിന്നെ കണ്ണൊക്കെ ഉറ്റിയോളം ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ചോറും കറികളൊക്കെ കഴിപ്പിക്കാന്ന് വെക്കാം. പക്ഷെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ, നമുക്ക് ടീച്ചേഴ്സിനെ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാനും പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളാകുമ്പോൾ പിന്നെ പാത്തുട്ടി കഴിച്ചോളും. അത് പിന്നെ ഏട്ടനും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ ലഞ്ചിന് പാത്തുട്ടിക്ക് ക്യാരറ്റ് റൈസ് ആണ് കേട്ടോ കൊടുത്തയക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. അതേസമയം തന്നെയുണ്ടല്ലോ ഒരു ഗ്ലാസ് ജീരകശാല റൈസ് എടുത്ത് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. നെക്സ്റ്റ് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇതിലോട്ട് കുറച്ച് പെപ്പർ പൊടി ഇടുക. പാത്തുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കണോണ്ട് പെപ്പർ പൗഡർ മാത്രമാണ് കേട്ടോ ഞാൻ സ്പൈസ് ആയിട്ട് ചേർക്കണേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ അച്ഛനിപ്പോൾ വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ബാക്കിയുള്ളതൊക്കെ കഴിക്കാനായിട്ട് നാക്കിന് രുചിയില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത്. വയസ്സാകും തോറും നമ്മൾ ശരിക്കും കുട്ടികളാവുക എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അപ്പോൾ ഈ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ. സാധാരണ ബാക്കിയുള്ള സ്പൈസസ് പോലെയല്ലല്ലോ, പെപ്പർ അധികം അങ്ങോട്ട് മൂക്കൊന്നും വേണ്ടല്ലോ. നെക്സ്റ്റ് ഇതിലോട്ടേ കുറച്ച് ചെറിയ വെച്ച് തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് യോജിച്ച് കഴിഞ്ഞപ്പോഴേ നേരത്തെ ഞാൻ ഒരു ഗ്ലാസ് ജീരകശാല റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അതിൽ നിന്ന് ആ റൈസ് മാത്രം ഊറ്റിയെടുത്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇടുക. എന്നിട്ടേ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് ഇച്ചിരി കൂടി ഉപ്പും കൂടി ഇട്ട് ലിഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. റൈസ് റെഡി ആവണ നേരം ഉണ്ടല്ലോ ഞാൻ പാത്തുട്ടിക്കായിട്ടുള്ള സ്നാക്ക് ബോക്സ് റെഡിയാക്കാനായിട്ട് പോയി. ഇന്ന് കൊടുത്തയക്കുന്ന ഫ്രൂട്ട് അനാറാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് കൂജലത്തെ വെള്ളം ബോട്ടിലൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് ചോറ് റെഡിയായത്. കുക്കർ തുറന്നപ്പോൾ തന്നെ നല്ല മണം അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ട് ഞാൻ പാത്തുട്ടീനെ വിളിക്കാനായിട്ട് മുകളിലേക്ക് പോയി. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഉണർന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞോ അതുമില്ല. യുദ്ധത്തിൻ്റെ തുടക്കമാവണേ ഉള്ളൂ. ബ്രഷ് ചെയ്യിപ്പിക്കൽ എൻ്റെ പൊന്നോ എന്തോരം നേരം എടുക്കുന്നറിയോ. ബഹളമയായിരിക്കും. കുളിപ്പിക്കാൻ ഇത്ര പാടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പാത്തുട്ടിക്ക് ഫിംഗർ ബ്രഷാണ് യൂസ് ചെയ്യണേ. മറ്റേ സാധാരണ ബ്രഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളത് യൂസ് ചെയ്യും, പക്ഷെ അതെന്തോ ക്ലീൻ ആവാത്ത പോലെയൊക്കെ എനിക്ക് തോന്നും കേട്ടോ. കുറച്ചും കൂടി വലുതായിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് ആയിട്ട് പോവാണ്. മുഖത്തിന് അത്ര വലിയ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ശതീരെ. പക്ഷെ സ്കൂളിൽ ചെന്ന് കയറിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുത്തെ ആ ആംബിയൻസും ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ തന്നെ ആൾ തന്നെ ഉള്ളിലേക്ക് കയറിയൊക്കെ പോകണ്ടായി. അത് കാണുമ്പോൾ ഒരു സന്തോഷം. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനൊരു പാക്കറ്റ് മഷ്റൂം അങ്ങോട്ട് വാങ്ങി. പിള്ളേർക്കുള്ള സ്നാക്സ് അല്ലേ എല്ലാ ദിവസവും ഉണ്ടാക്കണേ. ഇന്നിപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അച്ഛൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ എന്ത് ഉണ്ടാക്കിയാലും കഴിച്ചിരിക്കും കേട്ടോ. പരീക്ഷണം ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മഷ്റൂംസും എടുക്കാൻ പോയില്ല. ഇതിലൊരു 6 എണ്ണം എടുത്തു. എന്നിട്ട് അതിൻ്റെ സ്റ്റെമ്മില്ലേ അതങ്ങോട്ട് അടർത്തി മാറ്റി വെച്ചു. കളയരുത് കേട്ടോ, സൂക്ഷിച്ച് വെച്ചോളോ. ഇനി മഷ്റൂമിൻ്റെ റൗണ്ട് ആയിട്ടുള്ള ആ തലഭാഗമില്ലേ അതിലത്തെ സ്കിന്നൊക്കെ ഇങ്ങനെ പതുക്കെ അങ്ങനെ പീൽ ചെയ്തിട്ട് വൃത്തിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി ഒന്ന് കഴുകി വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ, ചുവപ്പ്, പച്ച ക്യാപ്സിക്കം എടുക്കുക. അതിൽ നിന്ന് കുറച്ച് എടുക്കണമല്ലോ കേട്ടോ. ഇത് 3ഉം കുനുകുനായിട്ട് അരിയുക. അതിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ് ആഡ് ചെയ്യുക. ഒരിഗാനോ ആയാലും മതിയിട്ടാ. അടുത്തതായിട്ട് കുറച്ച് ഗാർലിക് പൗഡറും ലേശം ഉപ്പും പിന്നെ ചീസും ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബ്ലോക്സ് ആയിട്ടുള്ള ചീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഗ്രേറ്റ് ചെയ്തിടാനായിട്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബർഗറിനൊക്കെ വെച്ച് കഴിക്കാൻ ഷീറ്റിൻ്റെ ചീസില്ലേ അത് മേടിച്ചിരുന്നു. അതിലൊരു ഷീറ്റ് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തു. എന്തൊക്കെയായാലും ചീസ് തന്നെയല്ലേ. ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് മിക്സിയിലെ കുഞ്ഞു ജാർ എടുത്തിട്ടേ അതിലോട്ട് നേരത്തെ മാറ്റി വെച്ചില്ലേ കൂണിൻ്റെ സ്റ്റെമ്മ് അതെടുത്തൊന്ന് വാഷ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഇതുണ്ടല്ലോ ആ ക്യാപ്സിക്കത്തിൻ്റെ മിക്സിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നെക്സ്റ്റ് ഈ മിക്സ്
ഉണ്ടല്ലോ തൊലി കളഞ്ഞ് വെച്ച കൂണിൻ്റെ തലയില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേറൊരു കൂണിൻ്റെ തല എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ സെറ്റായി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് ഉണ്ടാക്കാം. ബ്രെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ റസ്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് ഇട്ടു. എന്നിട്ടൊന്ന് അടിച്ചെടുത്തു. അടുത്തത് ഞാൻ കോൺഫ്ലവറിൻ്റെ സ്ലറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കോൺഫ്ലവർ ഇട്ടു, പിന്നെ വെള്ളം ഒഴിച്ചു, ഇച്ചിരിക്കോളം ഉപ്പ് ഇട്ടു, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ചിട്ടി ഗ്യാസും ഒഴിച്ചു. ഒന്ന് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് മഷ്റൂം എടുത്തിട്ട് ആദ്യം കോൺഫ്ലവറിൽ ഒന്ന് മുക്കിയിട്ട് അടുത്തത് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തു. എന്നിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ടിട്ട് മുക്കി പൊരിച്ച് അങ്ങോട്ട് എടുത്തു. കാണാനൊക്കെ ഗംഭീരമായിരുന്നു. അങ്ങനെ ഞാനത് ഒന്ന് ചൂടാറിയപ്പോഴേ എൻ്റെ ടെസ്റ്ററിന് കഴിക്കാനായിട്ട് കൊടുത്തു. എന്തോരം എണ്ണയാടി ഇത്, ഛർദ്ദിക്കാനായിട്ട് വരുന്നു. ഇതായിരുന്നു കേട്ടോ ഏട്ടൻ്റെ ആദ്യത്തെ മറുപടി. എനിക്ക് കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, ബിക്കോസ് ഞാൻ ഉണ്ടാക്കിയതുണ്ടാവും. ഏട്ടൻ പറഞ്ഞതൊന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് പനിച്ച് വിറച്ച് കിടന്ന് എൻ്റെ അനിയത്തിനെ കുത്തിപ്പൊക്കിയിട്ട് മഷ്റൂം ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അവൾക്കാണെങ്കിൽ നാക്കിനൊരു ടേസ്റ്റും പിടിക്കാനുണ്ടായിരുന്നില്ല ഏട്ടാ. എന്നാലും അവൾ പറഞ്ഞു ഇത് കൊള്ളൂല കല്ലൂന്ന്. എന്നെ കല്ലൂന്നാണേ വീട്ടിൽ വിളിക്കുക. അങ്ങനെ അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല കാര്യം, നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടില്ലേ അതൊക്കെ വേസ്റ്റ് ആവില്ലേ. എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഏട്ടനൊരു ഐഡിയ ആയിട്ട് തന്നത്. വസു നീ ഉണ്ടല്ലോ ഒന്ന് ബട്ടറിലോ ഷാലോ ഫ്രൈ ചെയ്ത് നോക്കിയേ ഈ സംഭവം തന്നെ, അപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കുന്നു. അങ്ങനെ ഇതേമാതിരി തന്നെ ഞാൻ ബാക്കിയുള്ള മഷ്റൂംസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ കോട്ടിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ട് വേറൊരു പാൻ എടുത്ത് അതിൽ ബട്ടർ ഇട്ടു. അതൊന്ന് ചൂടായപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഈ സംഭവം കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഏട്ടൻ ആദ്യത്തെ ആ കശർപ്പ് വായിന്ന് അങ്ങോട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു ഞാൻ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കില്ല എന്ന്. അങ്ങനെ ഞാൻ തന്നെയാണ് ആദ്യം കഴിച്ചു നോക്കിയത്. എനിക്കിഷ്ടമായി. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. അമ്മയ്ക്കും ഗംഭീരമായിട്ട് ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനും കൊണ്ടുകൊടുത്തു. എന്താണെന്ന് ചോദിച്ചു. കഴിച്ചു നോക്കിയിട്ടും പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു മൂളൽ മാത്രം. അതന്നെ വലിയൊരു അപ്രിസിയേഷനാണ്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഏതാണ്ടൊക്കെ സക്സസ്ഫുൾ ആയ സ്ഥിതിക്ക് ഞാൻ ഇനി പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.